इधर विजन साइड कुटी कड़क ಸರಿ ಯಾರು ನಿಮ್ಮಲ್ಲಿ ಯಾರು ಇದ್ದಾರೆ? ನಂದೆ പാലക്കാട് കടമ്പഴിക്കുളത്തെ ആ കൊച്ചു ഗ്രാമം മുഴുവൻ ഇന്ന് വിതുമ്പുന്ന സാഹചര്യമാണ്. 10ാം ക്ലാസ് പരീക്ഷയുടെ ഫലം കാത്തിരുന്ന സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയ ഒരു പെൺകുട്ടിയുടെ ജീവിതം ചിക്കമംഗളൂരിലെ മഞ്ഞുമൂടിയ മലനിരകളിൽ അസ്തമിക്കുമ്പോൾ അത് വെറുമൊരു അപകടമായി തള്ളിക്കളയാൻ കേരള മനസാക്ഷിക്ക് ആകുന്നുമില്ല. ചിക്കമംഗളൂരിലെ മാണിക്യദ്വാര വ്യൂ പോയിന്റിൽ നിന്നും കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ചയുള്ള അഗാധമായ കൊക്കയിൽ നിന്ന് കണ്ടെത്തിയതോടെ ആ 4 ദിവസത്തെ കണ്ണീരണിഞ്ഞ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. എന്നാൽ മൃതദേഹം കണ്ടെടുത്തോടെ ഈ മരണത്തിലെ ദുരൂഹതകൾ അവസാനിക്കുന്നതിന് പകരം ഇരട്ടിയാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സാധാരണ വീഴ്ചയാണോ അതോ ആസൂത്രിതമായൊരു കൊലപാതകമാണെന്ന ചോദ്യമാണിപ്പോൾ കേരളം ചോദിക്കുന്നത്. കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളത് കൂടിയാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഉപരിപഠനത്തിന് വർണ്ണാഭമായ ലോകത്തേക്ക് ചുവടുവെക്കാനിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം മാണിക്യധാരയിലെ മഞ്ഞുമൂടിയ മലനിരകളിൽ അസ്തമിച്ചപ്പോൾ അവശേഷിക്കുന്നത് ഉത്തരമില്ലാത്ത ഒരുപിടി ചോദ്യങ്ങളും വലിയ ദുരൂഹതകളുമാണ്. വിനോദയാത്രയ്ക്ക് പോയ ഒരു കുടുംബത്തിന് തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുകയും ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ 1500 അടി താഴ്ചയിൽ നിന്നും അവളുടെ ചേതനറ്റ ശരീരം കണ്ടെത്തുകയും ചെയ്ത ആ സംഭവം കേരള മനസാക്ഷി അപ്പാടെ പിടിച്ചുലച്ചിരിക്കുക കൂടിയാണ്. കടമ്പഴിപ്പുറം സ്വദേശികളായ രമേശ് രേണുക ദമ്പതികളുടെ മകൾ ശ്രീനന്ദയ്ക്ക് സംഭവിച്ചത് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയൊരു കൊലപാതകമാണെന്ന കുടുംബത്തിന്റെ ആരോപണം ഈ കേസിനെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം മാണിക്യധാര വ്യൂ പോയിന്റിൽ സന്തോഷവതിയായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ശ്രീനന്ദയെ വെറും 15 മിനിറ്റിനുള്ളിലാണ് കാണാതാകുന്നത്. 5:35 ആയപ്പോഴേക്കും കുട്ടി പരിസരത്തെവിടെയും ഇല്ല എന്ന് കുടുംബം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. 100 കണക്കിന് വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന അതീവ തിരക്കുള്ളൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു പെൺകുട്ടി അപ്രത്യക്ഷമാകണമെങ്കിൽ അതിന് പിന്നിൽ ഗൂഢമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ടാകുമെന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുള്ളൂ. ശ്രീനന്ദ സാധാരണഗതിയിൽ കാൽ വഴുതി വീഴാൻ സാധ്യതയുള്ള ഒരിടമല്ല അത്. 1500 താഴ്ചയുള്ള കൊക്കയുടെ അഗാധയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അഗാധത്തിലേക്ക് ശരീരം പതിക്കണമെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം പിടിച്ചു തള്ളിയതാകാമെന്ന ബന്ധുക്കളുടെ വാദം അന്വേഷണ സംഘം ഗൗരവത്തോടെയാണ് കാണുന്നത്. ശ്രീനന്ദയുടെ അമ്മയുടെ വാക്കുകളിൽ വലിയൊരു ഭീതിയും വേദനയും അന്ന് നിലനിൽച്ചിരുന്നു. ലഹരി മാഫിയകൾക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന ആ വലിയ സംശയമാണ് അവർ ഉന്നയിച്ചത്. തൻ്റെ കുട്ടിയെ ആരോ ഡ്രഗ് നൽകി മയക്കി കൊണ്ടുപോയതാകാമെന്നും അവിടെ ഇറങ്ങിയ സമയം മുതൽ ആരെങ്കിലും അവളെ നോട്ടമിട്ടിട്ടുണ്ടാകാമെന്നും അവർ വിതുമ്പലോടെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഹംപിയിൽ നിന്നും 40 അംഗ സംഘത്തോടൊപ്പം യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ആരെങ്കിലും തങ്ങളെ പിന്തുടർന്നിരുന്നോ എന്ന് പോലീസ് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തമ്പടിക്കുന്ന ലഹരി സംഘങ്ങൾ പെൺകുട്ടികളെ അപായപ്പെടുത്താൻ ശ്രമിക്കാറുള്ള മുൻകാല സംഭവങ്ങളും ഈ സംശയത്തിന് ബലം നൽകുന്നത് കൂടിയാണ്. കാണാതായ സമയത്ത് മാണിക്യധാര പാർക്കിംഗ് ഏരിയയിൽ നിന്നും 9ഓളം വാഹനങ്ങൾ അതീവ വേഗതയിൽ പുറത്തേക്ക് പോയതായി CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കുട്ടിയെ കയറ്റിക്കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും വെച്ച് അപായപ്പെടുത്തിയ ശേഷം കൊക്കയിലേക്ക് തള്ളിയതാണോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. സംഭവം നടന്ന സമയത്ത് മാണിക്യധാര വ്യൂ പോയിന്റിൽ പാലക്കാട് നിന്നുള്ള ആ ഒരു സംഘത്തിൽ പെടാത്ത 10 പേർ കൂടി ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുമുണ്ട്. ഈ 10 പേർ ആരാണെന്നും അവരുടെ പശ്ചാത്തലം എന്താണെന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്ന് തന്നെ ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. പരിസരത്തെ റിസോർട്ടുകളിലെയും കടകളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. ശ്രീനന്ദ അപ്രത്യക്ഷമാകുന്നതിന് തൊട്ട് മുമ്പ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെങ്കിലും കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നോ എന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കുട്ടിയെ കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ 300 അടി വരെ തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ശനിയാഴ്ച നടത്തിയ കൂടുതൽ ആഴത്തിലുള്ള തിരച്ചിലാണ് 1500 താഴെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. വീഴ്ചയുടെ ആഘാതത്തിൽ മൃതദേഹം ഇത്രയും താഴ്ചയിലേക്ക് സ്വയം പോകാനുള്ള സാധ്യത കുറവാണെന്ന നിഗമനത്തിലാണ് ബന്ധുക്കളെല്ലാം ഉള്ളത്. ഇത്രയും ആഴമുള്ള മലയിടുക്കിൽ നിന്നും മൃതദേഹം മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ദൗത്യത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി കൂടിയാണ്. 25 അംഗ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥർ വടങ്ങൾ കെട്ടി താഴേക്കിറങ്ങി മൃതദേഹം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് മണിക്കൂറുകൾ വേണ്ടിവരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം. മരണകാരണം സംബന്ധിച്ച ദുരൂഹതകൾ നീങ്ങാൻ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാവുകയും ചെയ്യും. കുട്ടിയുടെ ശരീരത്തിൽ മയക്കുമരുന്നിൻ്റെ അംശമുണ്ടോ എന്നും കൊക്കയിലേക്ക് വീഴുന്നതിന് മുമ്പ് മർദ്ദനമേൽക്കുകയോ ബലപ്രയോഗം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നും പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാവുകയും ചെയ്യും. മരണം നടന്ന കൃത്യമായ സമയം അറിയുന്നതോടെ കാണാതായ ആ 15 മിനിറ്റിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ കോർത്തിണക്കാൻ പോലീസിന് സാധിക്കുകയും ചെയ്യും. കേരള പോലീസിൻ്റെ ഒരു പ്രത്യേക സംഘവും ഇപ്പോൾ ചിക്കമംഗളൂരിൽ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. കർണാടക പോലീസുമായി സഹകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പാലക്കാട് നിന്നുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കുടുംബത്തിനാവശ്യമായ സഹായങ്ങളുമായി ഒപ്പം തന്നെയുണ്ട്. കർണാടക വനമന്ത്രി ഈശ്വർ ബി ഖാന്ദ്രെ ഈ കേസിൽ നേരിട്ട് ഇടപെടുകയും അന്വേഷണം കാര്യക്ഷമമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു.
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുടക് കാട്ടിൽ കാണാതായ ശരണ്യയെ 72 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നെങ്കിലും ശ്രീനന്ദയുടെ കാര്യത്തിൽ വിധി മറ്റൊന്നാവുകയായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷാ ഫലം വന്ന് ഉപരിപഠനത്തിന്റെ ആവേശത്തിലേക്ക് കടക്കേണ്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇത്തരത്തിൽ അസ്തമിച്ച് ഒരു ഗ്രാമത്തിന് മുഴുവൻ താങ്ങാവുന്നതിലും അധികം കൂടിയാണ്. അവർ സുരക്ഷിതമായി തിരിച്ചു വരുമെന്ന് കരുതി പ്രാർത്ഥിച്ചവർക്ക് മുന്നിലേക്ക് ഈ ദുരന്ത വാർത്ത എത്തിയത് വലിയ ആഘാതം കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ സാധ്യത പൂർണ്ണമായും പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ആരെങ്കിലും മനഃപൂർവ്വം അപായപ്പെടുത്തിയതാണെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ചിക്കമംഗളൂരു SP ഉറപ്പു നൽകിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചേർത്ത് വെച്ചുള്ള വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ മരണത്തിന്റെ ചുരുളഴിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു വിനോദയാത്ര ഇത്ര വലിയൊരു വിലാപമായി മാറിയത് കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പെൺകുട്ടികൾ നേരിടുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കകളും ഈ കേസ് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ചിക്കമംഗളൂരിലെ വനപ്രദേശങ്ങളിൽ ലഹരി സംഘങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നത് സംബന്ധിച്ച് നേരത്തെയും വലിയ തരത്തിൽ പരാതികൾ വന്നതാണ്. കുടുംബം ഉന്നയിച്ചതുപോലെ തന്നെ ഡ്രഗ് മാഫിയയുടെ ഇടപെടൽ ഈ കേസിലുണ്ടോ എന്ന് അതീവ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടതുണ്ട്. കാണാതായ 15 മിനിറ്റിനുള്ളിൽ അപ്രത്യക്ഷമായ വാഹനങ്ങളുടെ പട്ടിക തയ്യാറാക്കി ഓരോ ഉടമയും നേരിൽ കണ്ട് മൊഴിയെടുക്കാനാണ് പോലീസിൻ്റെ പദ്ധതി. ആ 10 പേരുടെ ഐഡന്റിറ്റി കാർഡുകളോ CCTVയിൽ പതിഞ്ഞ മുഖങ്ങളോ ഉപയോഗിച്ച് അവരെ കണ്ടെത്താനുള്ള ശ്രമവും ഊർജിതമായി നടക്കുന്നുണ്ട്. ശ്രീനന്ദയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ ആ വ്യക്തികളെക്കുറിച്ചുള്ള വ്യക്തമായ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മകളുടെ വിയോഗം മാതാപിതാക്കളെ അപ്പാടെ തകർത്തിരിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞ് കിട്ടിയ ആ ഒരു ചെറിയ അവധി ആഘോഷിക്കാൻ പോയ മകൾ മൃതദേഹമായി മടങ്ങിയെത്തുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതാണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായിരുന്നാലും അവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. വിനോദയാത്ര സംഘടിപ്പിച്ച ഗ്രൂപ്പിൻ്റെ അംഗങ്ങളോടും പോലീസ് വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. ഹംപി മുതൽ മാണിക്യധാര വരെയുള്ള യാത്രയിൽ മറ്റെന്തെങ്കിലും അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ ലഹരി മരുന്നിൻ്റെ സാധ്യത ഉണ്ടോ എന്നത് വ്യക്തമാക്കുകയും ചെയ്യും. ഇത് കേസിൻ്റെ ഗതി തന്നെ മാറ്റാൻ സഹായിക്കുകയും ചെയ്യും. ചിക്കമംഗളൂരു പോലീസും കേരള പോലീസും തമ്മിലുള്ള ഏകോപനം അന്വേഷണത്തിന് വേഗത നൽകിയിട്ടുമുണ്ട്. വൈകാതെ തന്നെ എല്ലാ നിഗൂഢതകളും നീക്കി സത്യം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് കഴമ്പുരിപ്പുറത്തെ ഈ കണ്ണീർ തോന്നണമെങ്കിൽ ശ്രീനന്ദയ്ക്ക് നീതി ലഭിച്ചേ തീരൂ. നിയമപരമായ എല്ലാ പോരാട്ടങ്ങൾക്കും തങ്ങൾ തയ്യാറാണെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ശ്രീനന്ദ എന്ന പെൺകുട്ടിയുടെ വേർപാട് നമുക്ക് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. സുരക്ഷിതമാണെന്ന് കരുതുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലും അപകടങ്ങൾ പഴുതിയിരിക്കുന്നുണ്ടെന്നും ലഹരി മാഫിയകൾ വിനോദസഞ്ചാരത്തിന്റെ മറവിൽ തങ്ങളുടെ വല വിരിക്കുന്നുണ്ടെന്നും നാം തിരിച്ചറിയുക തന്നെ വേണം. ചിക്കമംഗളൂരു പോലീസിന്റെ ഓരോ ഘട്ടത്തിലും കേരളം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മൃതദേഹം കണ്ടെടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സം നൽകിയിരുന്നു. എന്നിട്ടും പ്രത്യേക ദൗത്യ സംഘം തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയാണ് താഴേക്കിറങ്ങിയത്. മൃതദേഹത്തിൽ ബലപ്രയോഗത്തിൻ്റെ പാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാഥമികമെന്നും പറയാനാകില്ല എങ്കിലും ഫോറൻസിക് ദിവസം നൽകുന്ന റിപ്പോർട്ട് കേസിലെ വഴിത്തിരിവാക്കുകയും ചെയ്യും. പാലക്കാട്ടെ വലിയ തരത്തിലുള്ള ജനപ്രതിനിധികളും ഭരണകൂടവും കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട്. കർണാടക സർക്കാരിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി അന്വേഷണം സുതാര്യമാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കേവലം 15 മിനിറ്റിനുള്ളിൽ ഒരു ജീവൻ എങ്ങനെ നിഗൂഢമായി ഇല്ലാതായി എന്നത് കേരളം ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ശ്രീനന്ദയുടെ വീടിന്റെ പൂമുഖത്തിനെയും ഉണങ്ങാത്ത അവളുടെ ഓർമ്മകൾക്കും അവൾ തിരിച്ചു വരുമെന്ന് കാത്തിരുന്ന ആ കണ്ണുനീരിനും നീതി ലഭിച്ചേ മതിയാകൂ. ലഹരി മാഫിയുടേതോ അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ സംഘങ്ങളുടെ ഇടപെടൽ തെളിയുകയാണെങ്കിൽ അത് ടൂറിസം മേഖലയിലെ വലിയൊരു ശുദ്ധീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. കടമ്പിപ്പുറത്തെ ആ കൊച്ചു വീടിപ്പോൾ ഒരു നാടിൻ്റെ നോവായി മാറിയിരിക്കുകയാണ്. ശ്രീനന്ദയുടെ മരണത്തിലെ സത്യം പുറത്തു വരുന്നതുവരെ ഈ പോരാട്ടം അവസാനിക്കില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഓരോ മലയാളിയും ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുമ്പോൾ നീതി നടപ്പാക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് അവശേഷിക്കുന്നത്.